ഹലോ ആസ്പിരൻസ് വെൽക്കം ബാക്ക് ടു സൂപ്പർ ബൈസ്. ലാസ്റ്റ് മിനിറ്റ് ഷോർട്ട് കട്ട്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ SSC CGL ടയർ 2 ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് അല്ല പറഞ്ഞുതരാൻ പോകുന്നത്, മറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത് ലോജിക്കാണ്. അതായത് എന്ത് ലോജിക്ക് അപ്ലൈ ചെയ്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാന്നുള്ളതായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ, നമ്മളോട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, എന്താണ്? PNR/100. അതായത് പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടെന്യുവർ, ആർ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് സോൾവ് ചെയ്താൽ എന്ത് പറ്റും? ഇതിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഇത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പ്രിൻസിപ്പൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, എത്രയാണെന്ന്? 2000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എത്രയാണ്? 6.5% പെർ ആനം. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എത്രയാണെന്ന്? 6.5% എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബൈ 100 വരും അല്ലെ, ഫോർ ദ പീരീഡ് ഫ്രം. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രശ്നം വരുന്നത്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ഇയർ പറഞ്ഞിട്ടില്ല. 2 ഇയർ എന്നോ 3 ഇയർ എന്നൊന്നും പറയാതെ നമുക്കൊരു കാലണ്ടർ രൂപത്തിലാണ്, അതായത് 14 Feb to അല്ലെ 28 April വരെ ഒരു കാലണ്ടറിന്റെ രൂപത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഫെബിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു, മാർച്ചിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു, ഏപ്രിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ n കണ്ടുപിടിക്കണം അല്ലെ, n കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ഒരു സമ്മ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെജോറിറ്റി സ്റ്റുഡൻസും വിചാരിക്കാൻ പോകുന്നത് ഈ ഒരു പാർട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സമ്മിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്നായിരിക്കും ചിന്തിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ എന്തായിരിക്കും? നമ്മളിവിടെ ലോജിക് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതായത് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ ആസ്പിരൻസും ചെയ്യുന്നത് പോലെ ആകരുത് നമ്മളും ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, റൈറ്റ്? നമ്മൾ എന്ത് ചെയ്യണം? മാറി ചിന്തിക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ലോജിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെസിമൽസ് ഉണ്ടല്ലോ, ഡെസിമൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രാക്ഷനോട്ട് മാറ്റുവാണെങ്കിൽ അല്ലെ, ഡെസിമൽസിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുവാണെങ്കിൽ ഈ ഒരു സം എന്തായിരിക്കും? ഈ ഒരു സം കുറച്ചും കൂടി ഈസി ആയിരിക്കും.